ഇന്ന മിൻ അശ്റാത്തിസ്സാഅ, ഖിയാമത്തിന്റെ അടയാളമാണ് സഹാബ ഇമാതത്തുസ്സലാ, നമസ്കാരം ഒഴിവാക്കൽ, നമസ്കാരം പാഴാക്കൽ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആദ്യമായി പറഞ്ഞുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഇദാ റഅയ്തുമുന്നാസ്, ഏ സഹാബ ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ, അല്ലാഹുസ്സലാ, നമസ്കാരം പാഴാക്കുന്നവരായി നിങ്ങൾ കണ്ടാൽ, വഅളാഉൽ അമാന, ഉത്തരവാദിത്തോടുകൂടി ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ ആരെങ്കിലും വഞ്ചിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ, വസ്തഹല്ലുൽ കബായിറ, വൻപാവങ്ങൾ അവർ ഹലാലായ രീതികളെ പോലെ കാണുന്നതായി കണ്ടാൽ, വഅഖദുർ റുഷാ, തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കൈക്കൂലി കൊടുക്കുന്നതായി കണ്ടാൽ, വഅകലുർ റിബാ, പലിശ തിന്നുന്നതായി കണ്ടാൽ, ഫന്തളിറിസ്സാഅ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏ സഹാബത്തെ അത് ഖിയാമത്തിന്റെ അടയാളമാണ്, അത് ഖിയാമത്തിന്റെ അടയാളമാ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി, എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഇദാ റഅയ്തുമുന്നാസ, ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ, അല്ലാഹുസ്സലാ, നമസ്കാരം പാഴാക്കുന്നവരായി കണ്ടാൽ, ഫന്തളിറിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്, ഖിയാമത്തിന്റെ അടയാളമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യഅതി അലന്നാസി സമാൻ, യഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം എൻ്റെ സമുദായത്തിന്റെ മേൽ കടന്നു വരുമത്രേ. യഅതൂനൽ മസാജിദ, ആ ജനങ്ങളെ പള്ളികളിലേക്ക് കടന്നു വരും. വയഖൂദൂന ഫീഹാ ഹിലഖൻ ഹിലഖാ, വെറുതെ അവർ പള്ളികളിൽ വന്ന് വട്ടം കൂടി ഇരിക്കുമത്രേ. ദിക്റുഹും അദ്ദുനിയാ വഹുബ്ബുദ്ദുനിയാ, അവരുടെ സംഭാഷണവും അവരുടെ ഭാഷണവും ദുനിയാവേ ദുനിയാവേ ദുനിയാവേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലാ തുജാലിസൂഹും, നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുത്. ഫലൈസ ലില്ലാഹി ബിഹിം ഹാജാ, അവർക്ക് അല്ലാഹുവുമായി യാതൊരു ബന്ധവുമില്ല. നബിയുനാ റസൂലുള്ളാഹി. ഒരു കൂട്ടർ വരും നമസ്കരിക്കാൻ പള്ളിയിലേക്ക്. നിസ്കരിക്കാനല്ല അവർ വരുന്നത്, നമസ്കാരം കഴിഞ്ഞ പാടെ അവർ പള്ളികളിൽ മസ്ജിദുകളിൽ വട്ടം കൂടിയിരിക്കും. നിസ്കരിച്ചിട്ട് വെറുതെ ഫിത്ന മജ്ലിസിൽ അവിടെ ഇവിടെ കണ്ടിരിക്കും. വെറുതെ എങ്ങനെ വന്നിരിക്കും. എന്നിട്ട് നാട്ടുകാരുടെ കാര്യം, കമ്മിറ്റിക്കാരുടെ കാര്യം, റോഡിൽ കൂടെ പോകുന്നവന്റെ കാര്യം, മൊയ്ലിയാരുടെ കാര്യം, തങ്ങളുടെ കാര്യം, കമ്മിറ്റി, മുൻ കമ്മിറ്റിയുടെ, ഇപ്പോഴുള്ള കമ്മിറ്റിയുടെ, ഉറൂസ് കമ്മിറ്റിയുടെ 7 വൻഭാവങ്ങൾ. ഞാൻ പറഞ്ഞു 7 വൻഭാവങ്ങൾ 7 ദിവസം എടുക്കും പ്രസംഗിക്കാൻ. 7 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റിയ വിഷയമല്ല അത് 7 ദിവസം വ്യക്തമായിട്ട് പറയേണ്ട വിഷയങ്ങളാണ്. എങ്കിലും നമുക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യവുമായിട്ട് യോജിച്ചു വരുന്ന വിഷയങ്ങൾ മാത്രം അതിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞത്, പള്ളികളിൽ നിസ്കരിക്കാൻ ആളുകൾ വരും, നമസ്കരിക്കും. ഫയഖൂദൂന ഫീഹാ ഹിലഖൻ ഹിലഖാ, ദിക്റുഹും അദ്ദുനിയാ വഹുബ്ബുദ്ദുനിയാ. വൻപാവങ്ങളുടെ പട്ടികകൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സത്യമാണ്. അവർ പള്ളികളിലേക്ക് വന്നുകൊണ്ട് വട്ടം കൂടിയിരിക്കും അത്രേ. ദിക്റുഹും അദ്ദുനിയാ, അവരുടെ സംസാരം ദുനിയാവിന്റെ സംസാരമാണ്. വഹുബ്ബുദ്ദുനിയാ, ദുനിയാവിന്റെ അധികാരമാണ്. ദുനിയാവിന്റെ കസേരയാണ്. ലാ തുജാലിസൂഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേ. നബീന റസൂലുള്ളാഹി വെറുതെ പറയല്ല. ഹുബ്ബു ദുനിയ, ദുനിയാവിന്റെ അത്യാഗ്രഹം,
അടുത്ത കമ്മിറ്റി വേണം, അടുത്ത പ്രസിഡന്റ് ആവണം, അടുത്ത സെക്രട്ടറി ആവണം, അടുത്ത ഖജാൻജി ആകണം. ഖജാൻജിയായ പൈസ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കാൻ പറ്റും. ഉദാഹരണം കേട്ടോ, എല്ലാ ഉദാഹരണം പറയുകയാണേ. ഉദാഹരണം പറയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ എന്നെ കുറിച്ചായിരിക്കും ഈ പറഞ്ഞത് എന്ന് തോന്നും. ആ തോന്നൽ ഈമാന്റെ അടയാളമാണ്. അങ്ങനെ തോന്നണം, അങ്ങനെ ഉണ്ടാകണം മനസ്സിൽ. അങ്ങനെ പറഞ്ഞാൽ ഇയാൾ എന്നെ കുറിച്ചിട്ടാണല്ലോ ഇയാൾ ഈ പറഞ്ഞത്, നീ രക്ഷപ്പെട്ടു, ഈമാനുണ്ട്, അതിൻ്റെ അടയാളം, അതതിൻ്റെ അടയാളം. അല്ല ആരും നമ്മൾ എന്നത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വിഷയത്തിൽ കയറിക്കൂടി വരുന്ന വിഷയങ്ങളാണ്. അതൊക്കെ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. മസ്ജിദിലിരിക്കേണ്ടതാര്, മസ്ജിദിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടതാര്, ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞ കാര്യം, അബൂബക്കറിന്റെ ഭാഗത്തു നിന്നൊന്നുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഇത് വൻഭാവമായി മാറും. നമസ്കാരം പാഴാക്കൽ ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി പള്ളികളിൽ വന്ന് നിസ്കരിക്കലല്ല അവരുടെ ലക്ഷ്യം. അവർ ദുനിയാവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യലാണ്. അതുകൊണ്ട് എപ്പോ വരണം നിസ്കരിക്കാൻ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സമിഅൻ നിദാ ثم لم يجب ويأتي المسجد فيصلي فلا صلاة له وقد عصى الله ورسوله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ പള്ളിയുടെ പരിസരങ്ങളിൽ ബാങ്കിന്റെ മധുരമായ മൊഴി കേട്ടിട്ട് പള്ളിയുടെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാത്തവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, കേൾക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സമിഅൻ നിദാ ബിസ്സലാ, ബാങ്ക് വിളി കേട്ടാൽ, ബാങ്ക് വിളി ആരൊരാൾ കേട്ടാൽ, നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെടുമ്പോ ആ ബാങ്ക് വിളി കേട്ട് സുമ്മ ലം യുജിബ്, ഉടനെ അവൻ ആ ബാങ്കിന് ഉത്തരം നൽകിയില്ല, ഫയത്തിൽ മസ്ജിദ, പിന്നീട് ജമാഅത്ത് കഴിഞ്ഞ് അവൻ ആ പള്ളിയിലേക്ക് കടന്നു വരികയും ഫയുസല്ലി, അവൻ പിന്നീട് നമസ്കരിക്കുകയും ചെയ്താൽ ഫലാ സ്വലാത്ത ലഹു, അവന് നമസ്കാരമേ ഇല്ല. കാരണം പള്ളിയുടെ 10 വാരെ അരികത്ത് നിന്നിട്ട് പരിശുദ്ധമായ ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോ ആ നമസ്കാരത്തിന് അവൻ പരിഗണന നൽകാത്തവനാണ്. ജമാഅത്തിന്റെ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നിട്ട് പരിശുദ്ധമായ ജമാഅത്ത് നടക്കുമ്പോ ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കാളിത്തം വഹിക്കാത്തവനാണ്. വയത്തിൽ മസ്ജിദ, പിന്നീട് അവൻ ആ മസ്ജിദിലേക്ക് കടന്നു വന്ന് ഫയുസല്ലി, അവൻ നമസ്കരിച്ചാൽ ഫലാ സ്വലാത്ത ലഹു, അവന് നമസ്കാരമേ ഇല്ല. വഖദ് അസല്ലാഹ വറസൂലഹു, അവൻ അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം